അതിന്റെ പേരാ അഹങ്കാരം എന്ന് പറയുന്നത്. ആ പറഞ്ഞോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചു. ആ മോളെ, നീ പോയി ആ ATM കാർഡ് എടുത്തോണ്ട് വന്നേ. അത് ഫോണിൽ നിന്ന് ചെയ്താ മതി. അതിലൊന്നും കുത്ത എനിക്ക് അറിയില്ലടി. നീ പോയി എടുത്തിട്ട് വാ. എന്നാലും ഇവക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇത്രയും പണം അവർക്ക് എവിടുന്ന് കിട്ടി? അതും വെറും 2 വർഷം കൊണ്ട്. ഇതിലെന്തോ രഹസ്യമുണ്ട്. വിദേശത്ത് പോയിട്ടേ ഏതോ പണക്കാരനെ പറ്റിച്ചു കാണും. അതിനുള്ള ബുദ്ധിയൊക്കെ അവനുണ്ട്. അല്ലെങ്കിലേ അവൻ വിദേശത്ത് പോയി സമ്പാദിച്ചു എന്ന് പറയുന്നതൊക്കെ പച്ചക്കള്ളം. അവനിവിടെ നിന്റെ വിശ്വസ്തനാണെന്ന് പറഞ്ഞു നടന്നപ്പോ നിന്നെ പറ്റിച്ചുണ്ടാക്കിയ പണമായിരിക്കും ഇതൊക്കെ. എന്നിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ വിദേശത്ത് പോയി സമ്പാദിച്ചതാണെന്നൊരു കള്ളവും പറഞ്ഞു. എന്തായാലും ഇത് നേരായ മാർഗത്തിലുണ്ടാക്കിയ പണമൊന്നുമല്ല, അതുറപ്പാ. ഇവൻ കാരണേ ഏതെങ്കിലും ഒരു അറബി ദുബായിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. അവൻ നാട്ടില് നിന്നെയും പറ്റിച്ചു, വിദേശത്ത് പോയി ഏതോ ഒരു അറബിയെയും പറ്റിച്ചു. പഠിച്ച കള്ളനാ അവൻ. ചേച്ചി, ആ രാജുവിന്റെയോ ആ വീട്ടുകാരുടെ കാര്യമൊന്നും ഈ വീട്ടിൽ സംസാരിക്കണ്ട. എല്ലാവരോടും കൂടി പറയാ. രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇത്രയും ദൂരം ഓടി വന്നത് എൻ്റെ ഋതുവിനെ കാണാനാ. ഹൃദയമില്ലാത്ത ഈ 2 വർഷങ്ങള് ഞാൻ എങ്ങനെ തള്ളി നീക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ ഋതുവില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇപ്പൊ അമ്മ പറയുന്നു ഞാൻ വേറെ വിവാഹം കഴിക്കണമെന്ന്. എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയാത്തൊരു കാര്യമാണ് അമ്മ ആവശ്യപ്പെടുന്നത്. ഹൃദയല്ലാതെ വേറൊരു പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. രാജുവിനെ കാണുമ്പോൾ രാജു ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ മഹാറാണിയെ പോലെ നോക്കുന്നയാളെ ദൈവം എൻ്റെ അടുത്തേക്ക് വീണ്ടും അയച്ചിരിക്കുന്നു. ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാളെ അച്ഛനും ഇഷ്ടപ്പെടുന്നൊരു ദിവസം പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോവിലിൽ വെച്ച് രാജുവിനോട് ഒരുപാട് സംസാരിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ രാജുവിനെ കണ്ടപ്പോ എനിക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. നാളെ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. ഈ അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്?
നിനക്ക് കണ്ടൂടെ ഞാൻ സോഫ ഉടക്കല്ലേ? നാളെ തിരുവോണമല്ലേടി. ഹ, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സെർവൻസ് ഉണ്ടല്ലോ. ഇവിടെ ഞാനൊരു സർവന്റിനെയും കണ്ടില്ല. ഓണമായിട്ട് എല്ലാവർക്കും ലീവ് കൊടുത്തോ? ലീവ് കൊടുത്ത തന്നെ. അമ്മയല്ലേ ആള്. അമ്മ അവരെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോവാൻ റെഡിയാവുക. അപ്പൊ ഇന്ന് നിന്റെ അമ്മ സൂപ്പർ മാർക്കറ്റ് മുഴുവൻ വാങ്ങിക്കൊണ്ട് വരുമല്ലോ. കളിയാക്കണ്ട വേണുവേട്ടാ. എന്റെ മോൻ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ, ഞാനത് ഗംഭീരമായിട്ട് ആഘോഷിക്കും. നാളെ ഇവിടെ ഏതെങ്കിലും പാവങ്ങൾ വന്ന സദ്യയും കൊടുക്കും. അയൽക്കാർക്കൊന്ന് കാണട്ടെ നമ്മുടെ വീട്ടിലെ ഓണം. നീ ആരെയാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഓണാഘോഷിക്കുന്നൊക്കെ നല്ലതാ, മനസ്സിനൊരു സന്തോഷവും കിട്ടും. പാവങ്ങൾക്ക് സദ്യ കൊടുക്കുന്നത് നല്ലതാ. പക്ഷേ അതൊന്നും ആരെയും കാണിക്കാനാകരുതടി. അതിന്റെ പേരാ അഹങ്കാരം എന്ന് പറയുന്നത്. ആ പറഞ്ഞോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചു. ആ മോളെ, നീ പോയി ആ ATM കാർഡ് എടുത്തോണ്ട് വന്നേ. അത് ഫോണിൽ നിന്ന് ചെയ്താ മതി. അതിലൊന്നും കുത്ത എനിക്ക് അറിയില്ലടി. നീ പോയി എടുത്തിട്ട് വാ. എന്നാലും ഇവക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അമ്മേ, അമ്മ പോയിട്ട് പെട്ടെന്ന് വരണം. ആ അമ്മ വന്നിട്ട് വേണം ജേട്ടനെയും കൂട്ടി എനിക്ക് പർച്ചേസിന് പോവാൻ. ആ ലതേ പോവാലോ. പോവാം. ആ അമ്മേ, അത്തപ്പൂക്കളം ഇടാനേ പൂവും കൂടി മേടിക്കണേ. ഒരു 10,000 രൂപയുടെ പൂവെങ്കിലും വാങ്ങണം. ശരി മോളെ. അത്രയ്ക്കൊക്കെ വേണോടി. വേണോട്ടൊന്നും മിണ്ടാതിരുന്നേ. ഈ റെസിഡൻസ് ഏരിയയില് നമ്മുടെ വീട്ടിലെ പൂക്കളമായിരിക്കണം ഏറ്റവും വലുത്. വേണുവേട്ടൻ നോക്കിക്കോ, ഈ വർഷത്തെ ഓണം ഞാൻ ഗംഭീരമാക്കും. കഴിഞ്ഞ 2 വർഷത്തെ ഓണം നമ്മൾ ആഘോഷിച്ചിട്ടില്ല. അതിന്റെ കുറവുകൂടെ ഇപ്പൊ തീർക്കും. ആ ലതേ, നീ വന്നേ. ഇപ്പൊ തന്നെ വൈകി. സൂപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കായിരിക്കും. വാ മോളെ, പോയിട്ട് വരട്ടെ. ആ അച്ഛാ, ആ, എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് മോളെ. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഓണാഘോഷ. അതാ ഞാൻ ഈ സെറ്റ് സാരി എടുത്തേ. മോളെങ്കിലും ഓണം ആഘോഷിക്ക. എനിക്ക് ആഘോഷമൊന്നും ഇല്ലെങ്കിലും സങ്കടമൊന്നുമില്ല. പക്ഷേ ഇവിടെ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം.